സഭാ തർക്കത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പിന്നാക്കം പോവുകയാണോ? 2017 ജൂലൈ 3 സുപ്രധാന വിധി നടപ്പാക്കിയെടുക്കാൻ സഭാ നേതൃത്വം വൈമുഖം കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ എന്താണ് എന്ന് സഭാവിശ്വാസികളോട് തുറന്നു പറയാൻ ആർജവം കാണിക്കണം. കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എങ്കിൽ AC മുറിയിലിരുന്ന് കൂടുന്ന സിനഡ് ആർജവത്തോടെ തീരുമാനിക്കണം. ഭരണഘടന വേണ്ട, കെട്ടിടങ്ങൾ വേണ്ട, കേസുകളെല്ലാം പിൻവലിച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിരുപാധികം മാപ്പെഴുതി കൊടുക്കാമെന്ന്. പൗലോസ് ദ്വിതീയൻ എന്നൊരു കാതോലിക്ക ബാവ മലങ്കര സഭയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തനി മുഷടനായ കുന്നംകുളത്തുകാരൻ. വരും തലമുറയുടെ കാലത്തെങ്കിലും കോടതി വരാന്തയിൽ കാലം കഴിക്കരുതാത്ത സഭയെ സ്വപ്നം കണ്ട ഒരു പിതാവ്. അദ്ദേഹം ഇന്നും കാതോലിക്ക ബാവയുടെ കസേരയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കേസുകളുടെ സ്ഥിതി ഇതായിരിക്കില്ല എന്ന് സഭാവിശ്വാസികൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്. മാത്യൂസ് ദ്വിതീയൻ എന്നൊരു കാതോലിക്ക ബാവ സഭയ്ക്കുണ്ടായിരുന്നു. ആ പിതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ജീർണത സഭയ്ക്കുണ്ടാകില്ലായിരുന്നു. നല്ല ഒന്നാം തരം വിധികൾ കീഴ്ക്കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ തന്നിട്ട് അത് വേണ്ട വിധം വിനിയോഗിക്കാതെ സഭ രണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരെ മലങ്കര നസ്രാണികൾ തെരുവിൽ തടയുന്നത് കാണേണ്ടി വരും. 2017 സുപ്രീം കോടതി തട്ടിക്കൂട്ട് യാക്കോബായ സൊസൈറ്റി ഭരണഘടനയുടെ ഊരിയ ഫീസ് വീണ്ടും ഇട്ടുകൊടുത്ത് അവരെ നിയമവിധേയമാക്കാൻ ആരെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വാസികൾ തിരിച്ചറിയണം. ഇപ്പോഴും സഭാ കേസിനെക്കുറിച്ചും വിധിയെക്കുറിച്ചും വിശ്വാസികൾ ചോദിച്ചാൽ മറുപടിക്ക് ബബ്ബ അടിക്കുന്ന വൈദികർ മലങ്കര സഭയിലുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ മെത്രാസനങ്ങളിലെ വൈദികർ. കോടതി വിധികളുടെ അന്തസത്ത മനസ്സിലാക്കാൻ തെക്കൻ മെത്രാസനങ്ങളിലെ വൈദികർ ശ്രമിക്കുന്നുണ്ട്. വടക്കൻ മേഖലകളിലെ പള്ളികൾ എന്ന് വെച്ചാൽ അവർക്ക് സ്ത്രീധനം ലഭിച്ച പോലെ സംസാരിക്കുന്ന വൈദികരുമുള്ള സഭയാണ് ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ ആരും നെറ്റിച്ചുളിക്കണ്ട. തെക്കൻ മേഖലകളിലെ വിശ്വാസികളെ എത്ര വൈദികർ വിശുദ്ധ കുർബാന മധ്യേ സഭാ കേസിൻ്റെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ മെനക്കെട്ടിട്ടുണ്ട്. അലമുറയിട്ട് മെത്രാച്ചനും വൈദികരും വാതോരാതെ പ്രസംഗിക്കും. കോടതി വിധികളെക്കുറിച്ച് കാമ്പുള്ള ഒറ്റ പ്രസംഗവും നടത്താറില്ല. പള്ള വീർപ്പിച്ചാൽ മാത്രം അജപാലനമാകില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ വിശ്വാസികളെ ധരിപ്പിക്കണം. അല്ലാതെ മാമോദീസയും കല്യാണവും വീടുമാറ്റവും 40-41 ഒക്കെ നടത്തി വെട്ടുമേനി തപ്പി നടന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ വിശ്വാസികളെ കിട്ടിയില്ല എന്ന് വരും. തെക്കൻ മേഖലകളിലെ എത്ര വൈദികർക്ക് വടക്കൻ മേഖലകളിലെ പ്രശ്നങ്ങൾ അറിയാം, അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. എന്തിനേറെ പറയുന്നു, ചരിത്രമുറങ്ങുന്ന പള്ളികൾ വടക്കൻ മേഖലയിലുണ്ട്. മാധ്യമങ്ങളിലൂടെ അല്ലാതെ എത്ര പേരിൽ നേരിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വ്യവഹാരം തുടർന്നു പോകണമെന്ന് തലപ്പത്തുള്ള ചില സ്ഥാനികൾക്ക് ആഗ്രഹമുണ്ട്. രാഷ്ട്രീയമായാലും മതപരമായാലും റൂൾ ആൻഡ് ഡിവൈഡ് എന്നുള്ള പോളിസിയാണ് ഇവരൊക്കെ നടപ്പാക്കുന്നത്. കേസും വഴക്കും ഒന്നുമില്ലെങ്കിൽ ഇവരെ ആരും അറിയില്ല. വാട്സാപ്പിലൂടെ സന്ദേശമയച്ചും സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിച്ചും ആളായവരൊക്കെ സഭാസ്ഥാനത്തുണ്ട്. കേസ് വിധിയില്ലെങ്കിൽ ഇവരുമില്ല. അടുത്ത 4 വർഷത്തിനുള്ളിൽ 2017 വിധി ഇല്ലാതാകും. അപ്പോൾ വ്യവഹാരം തലമുറയായി തുടർന്നുകൊണ്ടിരിക്കും. അവസാനിക്കാത്ത ഈ വ്യവഹാരം കൊണ്ട് ഇരുപക്ഷത്തുള്ള സാധാരണക്കാരായ വിശ്വാസികൾക്ക് എന്ത് പ്രയോജനം? ഈ വ്യവഹാരങ്ങൾ എന്നേക്കുമായി തീരണം. കോടതി വിധി നടപ്പിലാക്കി എടുക്കണം.